ഇത് അമേരിക്കയുടെ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി മെജോറിറ്റി എന്ന സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്വിറ്റർ അല്ലെങ്കിൽ x.com പേജാണ്. സോ ഇതിനകത്ത് കുറച്ച് താഴേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരു പോസ്റ്റ് കാണും. ആ പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ഒരു പോസ്റ്റിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈംസ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഭീകരാക്രമണമായിരുന്നു. ഇന്ത്യയായാലും ഇസ്രായേൽ ആയാലും ഭീകരതയുടെ കാര്യത്തിൽ ന്യൂയോർക്ക് ടൈംസ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നും കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വ്യക്തമായും കാണാം. സോ എന്നിട്ട് അവര് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു പോസ്റ്റ്, ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട്, അതിന്റെ തലക്കെട്ട് എടുത്തിട്ട് ഈ മിലിറ്റൻസ് എന്നവർ എഴുതിയതിനെ എടുത്തു മാറ്റിയിട്ട് ടെററിസ്റ്റ് അഥവാ തീവ്രവാദി എന്ന് തിരുത്തിത ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ പിന്നാമ്പറ കഥ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടന്ന ഈ ഒരു ഭീകരാക്രമണത്തെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്, അതിനകത്ത് ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് മിലിറ്റന്റ് ആക്രമണമായിട്ടും തോക്കുധാരിയുടെ ആക്രമണമായിട്ടുമാണ്. സീരിയസ്ലി ഒരു തോക്കുധാരി വന്ന് ആക്രമണം നടത്തി, മിലിറ്റൻസ് ആക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ പോലും. നമുക്കിപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാം, അതുപോലെ തന്നെ ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞാൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് പറഞ്ഞത് US മാധ്യമങ്ങളാണ്, ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ. ഈ മാധ്യമത്തെ തിരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു ട്വീറ്റ് ഇട്ടത് അമേരിക്കയിലെ തന്നെ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി മെജോറിറ്റി ആണ് ഈ ഒരു മാധ്യമത്തെ തിരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും. മുമ്പാണെങ്കിൽ ഒരു അമേരിക്കൻ സ്ഥാപനം ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു മാധ്യമത്തെ തിരുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? ഈവൻ അമേരിക്കൻ ഒഫീഷ്യൽസ് പോലും, അതിപ്പോൾ അവരുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, അവരുടെ ഇന്ത്യയിലെ അംബാസിഡർ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഈ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ മടിക്കുമായിരുന്നു. കാരണം കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്പോഴും പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് കോർണർ അവർക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ, അതായത് 2014 ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആഗോളതലത്തിൽ കൈവരിച്ച നയതന്ത്ര നേട്ടങ്ങളുടെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് 13ഓളം ലോകത്തെ പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായി എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത്. അമേരിക്കൻ ഗവൺമെന്റിന്റെ നിലപാടുകൾ കൂടിയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഇവിടെ കൃത്യമായിട്ടും ഈ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി മെജോറിറ്റിയുടെ ട്വീറ്റിൽ പറയുന്നുണ്ട്, ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസിന്, അതിപ്പോ ഇന്ത്യയോ ഇസ്രയേലോ ആണെങ്കിൽ, അത് എപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതായത് കുറെ കാലമായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളുടെ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് അമേരിക്ക തന്നെ, ഗവൺമെന്റിന് തന്നെ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പതിവ് പോലെ BBC അവരുടെ തനിക്കുണം ഇത്തവണയും കാണിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു BBCയും കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് മാറിയിട്ടുണ്ടാകും, ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന്. BBCയും പറഞ്ഞിരിക്കുന്നത് 26 മനുഷ്യരെ കൊന്നത് ഗൺമെൻ ആണെന്ന് മാത്രമാണ്, തോക്കുധാരികൾ വധിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭീകരവാദി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ BBCക്കും ഇവിടെ മനസ്സ് വന്നിട്ടില്ല. അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ ചേരിയിലുള്ള ശക്തികൾ ഇപ്പോഴും അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. എന്നാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ ഒരു റിപ്പോർട്ട്, അവരുടെ UN ന്യൂസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നടന്നത് ഭീകരവാദ ആക്രമണമാണ് എന്ന്. അതുമാത്രമല്ല, സ്കൈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം, ഇതൊരു ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. മാത്രമല്ല, പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററെ പിടിച്ചിരുത്തി അയാളെ കൊണ്ട് തന്നെ തീവ്രവാദികളുമായിട്ടുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ബന്ധം പുറത്തു കൊണ്ടുവരുന്നതിന് സ്കൈ ന്യൂസിന് സാധിച്ചിട്ടുണ്ട്. സ്കൈ ന്യൂസ് അവതാരക ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അവതാരകയാണ്. സോ അവർ ഇങ്ങനെ കുത്തി ഉള്ളിക്കിടന്നതെല്ലാം അയാളിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു അഭിമുഖമാണ് നമ്മളത് കണ്ടത്. പാകിസ്ഥാന്റെ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എല്ലാം പറഞ്ഞ അവസാനം അദ്ദേഹം പ്രൊവോക്കായിട്ടാണ്, നോക്കൂ ഞങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, യൂറോപ്പിന് വേണ്ടിയാണ്, എന്തിന് ബ്രിട്ടന് വേണ്ടി പോലുമാണ് എന്നൊക്കെ അദ്ദേഹം അങ്ങ് വലിയ മാസ് ഡയലോഗ് അടിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ഭീകരവാദവുമായിട്ടുള്ള ബന്ധം അവർ തുറന്ന് സമ്മതിക്കുകയാണ് അതിലൂടെ ചെയ്തത്. അപ്പോൾ ചില മാധ്യമങ്ങൾ വളരെ മാന്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങൾ, ഇത്തരത്തിൽ ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ അവരുടെ പതിവ് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, ഇന്ന് അതിനെ ചോദ്യം ചെയ്യാനും ആളുകളുണ്ട്. ഇപ്പോൾ US തന്നെ ഒരു ഗവൺമെന്റ് സ്ഥാപനം അതിനെ ചോദ്യം ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ
അത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആഗോളതലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതുമാണ്.